ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൺ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു പുട്ടാണിത്. നമുക്ക് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി പുട്ടാണ് ഞാൻ ഇന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത്. നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അരമുറി തേങ്ങ ചിരവി എടുത്തതാണ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ രാഗി സേമിയനാണ് ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലെ പാക്കായിട്ട് നമുക്ക് രാഗി സേമിയ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മൾ പലതും ഉണ്ടാക്കും, പക്ഷേ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പച്ചവെള്ളം തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് നമ്മുടെ നമ്മൾ പുട്ടിന് കുതിർത്തിയെടുക്കുന്നത് പോലെ നമുക്ക് ഈ സേമിയ ഒന്ന് കുതിർത്തിയെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ നമുക്ക് കുതിർത്തിയെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയതാണിത്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. ഇപ്പോൾ ഇതുപോലെ നല്ലതുപോലെ നമ്മൾ കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ പുട്ടിന് നല്ലൊരു സോഫ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതുപോലെ ഒന്ന് അടച്ച് വെക്കാം. ഇപ്പം നമ്മൾ കുതിർത്തിയെടുത്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുട്ട് ചുട്ടെടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ ഇതുപോലെയുള്ളൊരു അച്ചാണ്, ചിരട്ടപ്പുട്ടിൻ്റെ അച്ച് എന്നൊക്കെ പറയും, അതാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം ഞാൻ ഇതിലാണ് ഇപ്പോൾ ഈ പുട്ട് റെഡിയാക്കാൻ പോകുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ രാഗി സേമിയന് ഇട്ട് കൊടുക്കാം. നമ്മളെപ്പോഴും ഇതുപോലെ പുട്ട് റെഡിയാക്കുമ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചുട്ടെടുക്കണം. അപ്പോഴേ നമുക്ക് ഈ ഒരു രാഗി സേമിയൻ്റെ പുട്ടിന് നല്ല സോഫ്റ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ബലം കട്ട കുത്തൊക്കെ ചെയ്യും. അപ്പം നമ്മൾ മുകളിൽ കുറച്ചും കൂടെ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ കുക്കറിലാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ അതിൻ്റെ വിസിൽ ഊരിയിട്ടാണ് നമ്മൾ ഈ അച്ച് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പുട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ പുട്ട് റെഡി ആയിട്ട് വരും. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ നമുക്ക് കഴിക്കാം. പ്രത്യേകിച്ച് കറികൾ ആവശ്യമൊന്നുമില്ല. ഇപ്പം നമ്മുടെ പുട്ട് നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ആവിയൊക്കെ വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സൂപ്പർ പുട്ടായിട്ട് വന്നിട്ടുണ്ട്. കാണാനും നല്ല സ്റ്റൈലുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുട്ടെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതുപോലെ 3 പുട്ടാണ് ഞാൻ ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, നല്ല സോഫ്റ്റുള്ള പുട്ടാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ഉണ്ട്. നല്ല സ്ട്രോങ് ചായക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. ഓക്കെ.